കയ്യുത്തിയാൽ മേരിമാത LP സ്കൂൾ ആൻഡ് നഴ്സറിയുടെ സുവർണ ജൂബിലി ആഘോഷങ്ങൾ സമാപിച്ചു. ജൂബിലി സ്മാരക കെട്ടിടത്തിന്റെ ഉദ്ഘാടനം ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി റോജി M. ജോൺ നിർവഹിച്ചു. സ്മാർട്ട് ക്ലാസ് റൂം മനോജ് മൂത്തേടൻ MLA ഉദ്ഘാടനം ചെയ്തു. 50 വർഷക്കാലം ഐമുറി ഗ്രാമത്തിന്റെ പ്രകാശഗോപുരമായി നിലകൊള്ളുന്ന വിദ്യാഭ്യാസ മേഖലയിൽ സ്തുത്യർഹമായ സേവനങ്ങൾ കാഴ്ചവെച്ച കയ്യുത്തിയാൽ മേരിമാത LP സ്കൂൾ ആൻഡ് നഴ്സറിയുടെ സുവർണ ജൂബിലി ആഘോഷങ്ങൾക്ക് സമാപനമായി. വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് ജൂബിലി സ്മാരക കെട്ടിടത്തിന്റെ ഉദ്ഘാടനം ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി റോജി M. ജോൺ നിർവഹിച്ചു. മാതാപിതാക്കളെ, പ്രിയമുള്ള വിദ്യാർത്ഥിനികളെ, എല്ലാവർക്കും എന്റെ വിനീതമായ നമസ്കാരം. മേരിമാത LP സ്കൂളും നഴ്സറിയും മറ്റൊരു ചുവടുവയ്പ് നടത്തുകയാണ്. ഈ സ്കൂള് അതിന്റെ ദീർഘമായ 50 വർഷങ്ങള് സുവർണ ജൂബിലിയിൽ പ്രവേശിക്കുകയാണ്. 50 വർഷം എന്ന് പറയുന്നത് സുദീർഘമായ ഒരു കാലയളവാണ്. 50 വർഷങ്ങൾക്ക് മുൻപ് ഈ പ്രദേശം എങ്ങനെയായിരുന്നു എന്ന് ഇവിടെ ഇരിക്കുന്ന കർമ്മന്മാർക്ക്, പ്രായമായ ആളുകൾക്ക് പലർക്കും മനസ്സിൽ സങ്കല്പിക്കാവുന്നതേ ഉള്ളൂ. ഇതുപോലൊരു സ്കൂള് ഈ ദേവാലയത്തോടനുബന്ധമായി ഇവിടെ പ്രവർത്തനം ആരംഭിച്ചത് വഴിയാണ് ഈ പ്രദേശത്ത് സാധാരണക്കാരായിട്ടുള്ള നിരവധി വിദ്യാർത്ഥികൾക്ക് അവർക്ക് സ്കൂളിൽ പോകുവാനും മികച്ച വിദ്യാഭ്യാസം തേടുവാനുമുള്ള ഒരവസരം തുറന്നു കിട്ടിയത്. അത് തീർച്ചയായിട്ടും സഭ പ്രത്യേകിച്ച് വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾക്ക് കൊടുക്കുന്ന ഒരു പ്രാധാന്യം നമുക്കെല്ലാവർക്കും അറിവുള്ളതാണ്. കേരളത്തിന്റെ നവോത്ഥാന ചരിത്രം പരിശോധിക്കുമ്പോൾ കേരളം വിദ്യാഭ്യാസ രംഗത്ത് ഇത്രയധികം മുന്നേറ്റങ്ങൾ കൈവരിച്ചിട്ടുണ്ടെങ്കിൽ പള്ളിക്കൊപ്പം പള്ളിക്കൂടം എന്ന ഒരാശയം അത് നെഞ്ചിലേറ്റി പ്രവൃത്തി പദത്തിൽ കൊണ്ടുവരാൻ സഭ വലിയ ഇടപെടലുകൾ നടത്തിയതുകൊണ്ടാണ് വിദ്യാഭ്യാസ മേഖലയിൽ നമുക്ക് ഇത്രയേറെ മുന്നേറ്റങ്ങൾ കൈവരിക്കുന്നതിന് കേരളത്തിന് സഹായകരമായിരുന്ന ഒരു പ്രധാനപ്പെട്ട ഘടകം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതിന് ഇവിടെ നമ്മുടെ പഴയ തലമുറയിലുള്ള ആളുകളൊക്കെ എടുത്ത ഒരു എഫേർട്ട് നമുക്ക് ഒരിക്കലും വിസ്മരിക്കാൻ സാധിക്കുകയില്ല. ഒരു നാടിന്റെ വളർച്ചയിൽ വിദ്യാഭ്യാസത്തിന് വലിയ പ്രാധാന്യമുണ്ട്. പ്രത്യേകിച്ച് ഇതൊരു ഗ്രാമപ്രദേശം, സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളൊക്കെ താമസിക്കുന്ന ഒരു നാടാണ്. ഈ പ്രദേശത്തിന്റെ വിദ്യാഭ്യാസപരമായ വളർച്ചയിൽ ഈ സ്ഥാപനം വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് എല്ലാവർക്കും കാണുവാനായിട്ട് സാധിക്കും. നമ്മളൊക്കെ ജനിക്കുന്നതും ജീവിക്കുന്നതുമായ സാഹചര്യങ്ങൾ വ്യത്യസ്തമാണ്. എല്ലാവരും ഒരേ സാമ്പത്തിക സ്ഥിതിയിലുള്ളവരാവണമെന്നില്ല, അല്ലെങ്കിൽ എല്ലാവരും ഒരേ സാമൂഹിക പശ്ചാത്തലത്തിൽ വരുന്നവരായിരിക്കണമെന്നില്ല. വ്യത്യസ്തമായിട്ടുള്ള സാഹചര്യങ്ങളിൽ നിന്നൊക്കെയാണ് നമ്മൾ ഓരോരുത്തരും കടന്നു വരുന്നത്. നമ്മുടെ ജീവിതത്തിൽ നമുക്കുള്ള എല്ലാ പരിമിതികളെയും എല്ലാ കുറവുകളെയും അതിജീവിക്കുവാനായിട്ടുള്ള ഏറ്റവും സുപ്രധാനമായ അടിസ്ഥാനപരമായിട്ടുള്ള ഘടകം ആവശ്യമെന്ന് പറയുന്നത് മികച്ച വിദ്യാഭ്യാസം ലഭിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് പറയുന്നത് എഡ്യൂക്കേഷൻ ഇസ് എ ഗ്രേറ്റസ്റ്റ് ഈക്വലൈസർ എന്ന് പറയുന്നത്. സമൂഹത്തിൽ നമ്മുടെ കുറവുകളെ അതിജീവിച്ച് സമൂഹത്തിൽ തുല്യത കൈവരിക്കുവാനോ നമ്മൾ ആഗ്രഹിക്കുന്ന നിലയിലേക്ക് ഉയർന്നു വരുവാനും ഒക്കെ മികച്ച വിദ്യാഭ്യാസം നമ്മളെ പ്രാപ്തമാക്കുന്നു എന്നുള്ളതാണ്. സ്മാർട്ട് ക്ലാസ് റൂം മനോജ് മൂത്തേടൻ MLA ഉദ്ഘാടനം ചെയ്തു. അവരുടെ ശ്വാസം നിലയ്ക്കുമ്പോഴല്ല, അവരെ ഓർത്തിരുന്ന അവസാന വിദ്യാർത്ഥിയിൽ അവരെ മറക്കുമ്പോഴാണ്. സ്കൂൾ മാനേജർ ഫാദർ ജോസ് ചോലിക്കര ആമുഖ പ്രഭാഷണം നടത്തി. ഹെഡ് മിസ്ട്രസ് രഞ്ജു K. തോമസ് റിപ്പോർട്ട് അവതരിപ്പിച്ചു. SSLC വിജയികളെ മുൻ MLA അഡ്വക്കേറ്റ് എൽദോസ് കുന്നപ്പള്ളി അനുമോദിച്ചു. മുൻ MLA സാജു പോൾ, ബ്ലോക്ക് പ്രസിഡന്റ് സുനിൽ PV, കൂവപ്പടി പഞ്ചായത്ത് പ്രസിഡന്റ് ബിനോയ് അരീക്കൽ, മുടക്കുഴ പഞ്ചായത്ത് പ്രസിഡന്റ് ഷൈമി വർഗീസ്, സ്വാഗത സംഘം ചെയർമാൻ ബേബി തോപ്പിലാൻ, ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ സജീവ് KB, ഐമുറി SH ചർച്ച് അസിസ്റ്റന്റ് വികാരി ഫാദർ ജോസ് വെമ്പിള്ളി, പ്രേക്ഷിതാരം കോൺവെന്റ് മദർ സുപ്പീരിയർ സിസ്റ്റർ മേഴ്സി പോൾ, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജിജി സെൽവരാജ്, വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സിന്ധു
അരവിന്ദ്, പഞ്ചായത്ത് അംഗം അഹല്യ സദാനന്ദൻ, PTA പ്രസിഡന്റ് ജോബിസ് G. ആട്ടുകാരൻ, വിവിധ വാർഡ് മെമ്പർമാർ, ബ്ലോക്ക് അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു. MP ഫണ്ടിൽ നിന്നും സ്കൂൾ ബസ് വാങ്ങുന്നതിനായി 10 ലക്ഷം രൂപ അനുവദിക്കുമെന്ന് സമ്മേളനത്തിൽ മനോജ് മൂത്തേടൻ MLA അറിയിച്ചു. ന്യൂസ് ഡെസ്ക്, മീഡിയ സിറ്റി, പെരുമ്പാവൂർ.